വേണ്ടിയിട്ട് അവർ മെനഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു ഒറ്റ ഇമാം പറഞ്ഞിട്ടുണ്ടോ മനുഷ്യ കഴിവിന് അതീതം, മനുഷ്യ കഴിവിന് ഇപ്പുറം അപ്പുറം എന്നുള്ളത് സഹായം തേടല്? ചോദിക്കുന്ന വ്യക്തിയോട് ഉലൂഹിയത്ത് കൽപ്പിക്കുമ്പോഴല്ലാതെ, ഇലാഹാണെന്ന വിശ്വാസം കൽപ്പിക്കലില്ലാതെ എങ്ങനെയാ സഹോദരന്മാരെ ശിർക്ക് വരുന്നത്? നമുക്കറിയാം, ഭൗതികമായ ഈ ലോകത്ത് പല ആവശ്യങ്ങളും നമുക്കുണ്ടാവും. ആ ആവശ്യങ്ങളിലൊക്കെ നമ്മൾ പലരെയും ബന്ധപ്പെടേണ്ടി വരും. ഡോക്ടർമാരെ സമീപിക്കേണ്ടി വരും, മറ്റുള്ളവരെ സമീപിക്കേണ്ടി വരും, ഓരോരുത്തരെയും സമീപിക്കേണ്ടി വരും. അതൊന്നും ഒരിക്കലും ശിർക്കല്ല. പിന്നെ ഇവിടെ ശിർക്കാവും നമ്മുടെ വിഷയം എന്താ? ഭൗതികം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ എന്താ വിഷയം എന്താ? വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായം തേടാൻ പറ്റൂലേ എന്നുള്ളതാണ്. ഈ സത്യത്തിൽ ഈ ഒരു പ്രശ്നം ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവര് കേൾക്കൂല, അവര് കാണൂല എന്നൊരു അന്ധമായ അബദ്ധജടിലമായ ഒരു വിശ്വാസമുണ്ട്. പിന്നെ എങ്ങനെ അവരോട് ചോദിക്കാം? അവരോട് ചോദിച്ചാൽ കേൾക്കൂലല്ലോ, അപ്പൊ പിന്നെ മനുഷ്യ കഴിവിന് അതീതമായില്ലേ, അപ്പൊ അത് ശിർക്കാണല്ലോ. ഇതാണ് ഇവരുടെ വാദം. ശരിക്കും ഇതൊരു വിഡ്ഢിത്തമാണ് സഹോദരന്മാരെ. മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ കേൾക്കും എന്നുള്ളതിന് പരിശുദ്ധമായ പ്രമാണങ്ങൾ തെളിവാണ്. ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട്. എന്താണ് മരണം എന്നാദ്യം പഠിച്ചിട്ടില്ല. മരണം സർവനാശമാണെന്ന് മനസ്സിലാക്കി വെച്ചു. അതാ പ്രശ്നം. അറിയാം നിങ്ങൾക്ക്, മരണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു സൃഷ്ടിയാണ്. ഖലഖൽ മൗത വൽ ഹയാത്ത. മരണത്തെയും ഹയാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. എന്താണ് ഈ മരണം എന്ന് പറഞ്ഞാൽ? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശരിക്ക് കേട്ടോ, ഇന്നൽ മൗത മഅനാഹു തഗയ്യുറു ഹാലിൻ ഫഖത്ത്. ഒരു അവസ്ഥാന്തരം മാത്രമാണ്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക. ഈ ഒരു സ്വഭാവമാണ്, ഈ ഒരു പ്രതിഭാസമാണ് മരണം എന്ന് പറയുന്നത്. നോക്ക് നിങ്ങൾ, ശേഷം ഗസ്സാലി ഇമാം പറയുന്നത് വഅന്ന റൂഹ ബാഖിയത്തുൻ ബഅദ മുഫാറഖത്തിൽ ജസദി ഇമ്മാ മുനഅമത്തുൻ വ ഇമ്മാ മുഅസ്സബത്തുൻ. റൂഹ് പിന്നീടും ശേഷിക്കുന്നു. ഒന്നിരിക്കൽ അത് ആ അനുഗ്രഹങ്ങൾ, സ്വർഗീയമായ അനുഭൂതികൾ അത് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ശിക്ഷയുടെ കൈപ്പുനീർ അത് അനുഭവിക്കുന്നു. ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം പറയുന്നുണ്ട്. എന്തായാലും മരണപ്പെട്ട ആളുകൾ, മരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അവസ്ഥാന്തരം മാത്രമാണ്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യിം തന്റെ റൂഹി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ മരണപ്പെട്ടതിന് ശേഷം കേൾക്കും എന്നുള്ളതിന് സലഫുകളുടെ ഇജ്മാ ഉണ്ട്. ഇജ്മാവിനപ്പുറം വേറെ എന്ത് തെളിവാണുള്ളത്? ഇജ്മാ ഉണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിമിന് അങ്ങനെ തള്ളാൻ പറ്റൂല. അത് നിങ്ങളുടെ ആളാണ്. ഇബ്നുൽ ഖയ്യിം നിങ്ങളുടെ ആളാണ്, ഇബ്നുൽ ഖയ്യിം. അപ്പോ ഇബ്നു ഖയ്യിം പറയുന്നുണ്ട് വസ്സലഫു മുജ്മിഊന അലാ ഹാദാ. മാത്രമല്ല, ഇനി നോക്കി നിങ്ങൾ, തവാത്തുർ അറിയില്ല നിങ്ങൾക്ക്? വഖദ് തവാത്തറത്തിൽ ആസാറു അൻഹും ബി അന്നൽ മയ്യത യഅരിഫു സിയാറത്തുൽ ഹയ്യി ലഹു വയസ്തബ്ശിറു ബിഹി. മരണപ്പെട്ട ആളുടെ അടുക്കലേക്ക് സിയാറത്തിന് പോയാൽ സിയാറത്തിന് വന്ന ആൾ ആരാന്നുള്ളത് മയ്യത്ത് അറിയും. മാത്രമല്ല, അവനെ കൊണ്ട് സന്തോഷം ഉണ്ടാവും. സന്തോഷിക്കുന്ന രൂപത്തിലാണ് വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും എന്ന് ഇബ്നു ഖയ്യിം പറയാ. തവാത്തുറത്ത് എന്ന് പറയുന്നത് തവാത്തുറായി അനിഷേധ്യമായ രൂപത്തിൽ അത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യിമാണ്. കയ്യിലുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതാണ് മരണത്തിന്റെ അവസ്ഥ. മരണത്തിന് ശേഷം കേൾക്കും. എത്ര ആളുകളാ സഹോദരന്മാരെ, എത്ര ആളുകളാ ഇസ്തിഹാസ നടത്തിയിട്ടുണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്ര ആളുകൾ ഇസ്തിഹാസ നടത്തി? അറിയുമോ നിങ്ങൾക്ക്? ഈ ഇസ്തിഹാസയെ ആരാണ് ആദ്യമായി എതിർത്തത്? ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആദ്യമായി ഇസ്തിഹാസയെ എതിർത്തത്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ് എതിർത്തത്. അതുവരെ ആരും ഇസ്തിഹാസയെ എതിർത്തിട്ടില്ല. അത് ബഹുമാനപ്പെട്ട തഖീയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മരണപ്പെട്ടു പോയ ആളുകളോട് സഹായം തേടാം, മഹാന്മാരോട് സഹായം തേടാം. മഹാന്മാരായ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടും നമുക്ക് തെളിവാക്കാൻ പറ്റിയ സംഗതിയാണല്ലോ. 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടും. ഈ 3 നൂറ്റാണ്ടുകളിലും ഇസ്തിഹാസ നടത്തിയ മഹാന്മാരുണ്ട്. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് ഉണ്ട്, ഒരുപാട് മഹാന്മാരുണ്ട്.
ബഹുമാനപ്പെട്ട ഇമാം ഷാഫി, ഇമാം മാലിക്, അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ ആളുകളൊക്കെ ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ആളുകൾ ഇത്രയും കാലഘട്ടങ്ങളിൽ 7 നൂറ്റാണ്ട് വരെ ഒരിക്കലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, അന്നല്ലേ 1, 2, 3 നൂറ്റാണ്ടുകളിലല്ലേ നമുക്ക് വിശ്വാസയോഗ്യമായ രൂപത്തിലുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസയോഗ്യമായ രൂപത്തിൽ ഇമാമിയങ്ങളുള്ളത്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നിങ്ങൾ ഇങ്ങനെ നായികക്ക് 40 വട്ടം നാക്കവരകളിൽ നാക്കിട്ടടിക്കാറുണ്ട്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഇസ്തിഹാസ നടന്നിട്ടുണ്ട്. അത് ശിർക്കല്ല. ശേഷം കേൾക്കും, മരണശേഷം കേൾക്കും, അവർക്ക് സഹായിക്കാൻ കഴിയും. ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നുണ്ട് അവർക്ക് പവർ കൂടുതലാന്നുള്ളത്. പവർ കൂടുതലാണ്, നമ്മളെ മാതിരിയല്ല. ചെരുപ്പടിയ ശബ്ദം വരെ മണ്ണിൽ വെച്ചതിന് ശേഷം, മണ്ണിൽ വെച്ച് വെച്ചിട്ടതിന് ശേഷം അവർ തിരിച്ചു പോകുമ്പോ ചെരുപ്പടി ശബ്ദം വരെ കേൾക്കും. അപ്പ പവറുള്ളത് എങ്ങനെ? മൂടല് വെച്ചതിന് ശേഷം മണ്ണിട്ടിക്കണേ, എന്നിട്ട് പിന്നെ ചെരുപ്പടി ശബ്ദം കേൾക്കുമോ നോക്കി നിങ്ങള്, കേൾക്കുമ്പോ നമ്മള്, അതാണ് വിഷയം. അപ്പോ ഈ വേണ്ട ഒരൊറ്റ ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബദർ യുദ്ധം, രണാങ്കളം ബദറാണ്. ബദറിൽ ഇനിയിപ്പോ റസൂലുള്ളാഹി പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം വേറെ ആരുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് നേരെ പോയി. എങ്ങോട്ടാ പോയത് അറിയാം നിങ്ങൾക്ക്? അവിടെ കുറെ ശവങ്ങളെ കൂട്ടിയിട്ടുണ്ട്, കാഫിറിന്റെ കുഫാറിന്റെ ശവങ്ങൾ കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു, ഇന്നാ ഖദ് വജദ്നാ മാ വഅദ റബ്ബുനാ ഹഖ്ഖാ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ. എങ്ങനെയുണ്ട് ഇപ്പോൾ അവസ്ഥ? ഞങ്ങളുടെ റബ്ബ് എന്താണോ ഞങ്ങളോട് ഉടമ്പടി ചെയ്തിട്ടുള്ളത്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ ധീരമായി എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ആരാധിച്ചിരുന്ന റബ്ബ്, നിങ്ങൾ ആരാധിച്ചിരുന്ന ഇലാഹ് നിങ്ങൾക്ക് ഇവിടെ ആശ്വാസമായിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. സഹോദരന്മാരെ, രംഗം കണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സംശയം, ഉമർ റളിയല്ലാഹു അൻഹു സംശയം കണ്ട അപ്പം ചോദിക്കുന്ന ആളാ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല നബിയെ മാ തുകല്ലിമു മിൻ അജ്സാദിൻ ലാ റുവാഹ ലഹാ. അവരല്ല മരിച്ചത്, റൂഹില്ലാത്ത ആൾക്കാരോട് നിങ്ങൾ ചോദിക്കണ നബിയെ? ഒരു സംശയം, സ്വാഭാവികമായ സംശയം നിങ്ങൾക്കൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടെന്ന സംശയം. ആ സംശയം ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറയുന്ന വാക്ക് നിങ്ങൾ നോക്കണ്ട, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി. ഇതാണത്, സത്യം ചെയ്താ പറയണത്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, സർവശക്തനായ ഈ ആലമിന്റെ ജഗന്നിയന്താവായ അല്ലാഹു ആണേ സത്യം. മാ അന്തും ബി അസ്മാഇ മാ അഖൂലു മിൻഹു. ഞാനിപ്പോ ഈ പറയുന്ന വിഷയം നിങ്ങൾ കേൾക്കുന്നതിലേറെ ഉഷാറായിട്ട് അവർ കേൾക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സഹോദരന്മാരെ നോക്കി നിങ്ങൾ, ഇനി എന്താ നമുക്ക് അതിൽ ഇനി എന്താ വേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ സഹായം തേടുന്നുള്ളത് ശിർക്കല്ല. പിന്നെ ഇപ്പൊ ഇത് കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞത് കേട്ടോ. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും സഹായം തേടിയിട്ടുണ്ട്. മാത്രമല്ല 13 നൂറ്റാണ്ടുകൾ ഇപ്പോൾ ഇവിടെ വന്ന ആള് വിഷയം കേട്ട് പോയോ? അത് ചോദിക്കട്ടോ, പോയിട്ടൊന്നുമില്ലല്ലോ. വിഷയം നമുക്കറിയാം, സഹായ തേട്ടം എന്നുള്ളതാണ്. അപ്പൊ സഹായ തേട്ടം ഒരുപാട് ആളുകൾ സഹായം തേടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാനാണയോ സയ്യിദുൽ ബശർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിനോട് സഹായം ചെയ്തു. ഇതൊക്കെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ശരിക്ക് ചിന്തിക്കണം. ഇവിടെ നിങ്ങൾ നെല്ലും പതിരും തീരുമാനിക്കണം എവിടെയാണ് മറുമുള്ളത് എന്നുള്ളത്. ഹക്കാണ് സഹോദരന്മാരെ ഈ പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇബ്നു ഖയ്യിം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. ഇവർ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. നോക്കിക്കോ, നിങ്ങൾ ഇബ്നു ഖയ്യിം, ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥം നിങ്ങൾ നോക്കിക്കോ. മഹാന്മാരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അറിയോ നിങ്ങൾ ശിർക്ക് ചെയ്യാത്തവരെ മുശ്രിക്ക് എന്ന് പറയുന്നത്? സഹോദരന്മാരെ, ശിർക്കിനേക്കാളും കൊടും ബാധകല്ലേ അത്? ശിർക്ക് ചെയ്യാത്തവരെ മുശ്രിക്ക് എന്ന് പറയുന്നത്. ആലോചിക്കോ, ആക്കിബത്ത് നമ്മൾ സൂക്ഷിക്കണ്ടേ? അപ്പോൾ സഹായം തേടാം. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു മൗലവിന്റെ ലേറ്റസ്റ്റ് പ്രഭാഷണം നിങ്ങൾ കേട്ടുക്കണോന്ന് അറിയില്ല. ആശുപത്രിക്ക് പോകല് വരെ ശിർക്കാണ്, അവിടെ എത്തിക്കണ വരെ. ആശുപത്രിക്ക് പോകല് ഭൗതിക സഹായമാണ്, മനുഷ്യ കഴിവിന് ഇപ്പുറാണ്, അതുകൊണ്ട് അവിടേക്ക് പോകാൻ പ്രശ്നമല്ല എന്നാണ് ഇപ്പൊ മൗലവിമാർക്ക് എത്തിയത്. ശിർക്ക് ആശുപത്രിക്ക് പോകലും ശിർക്കാന്നുള്ളിടത്ത് വരെ മൗലവിമാർ എത്തിയിട്ടുണ്ട്.
പല വിഭാഗമാണിത്. ഈ മക്ക മുശ്രിക്കുകളെ മാതിരി പല വിഭാഗങ്ങളാണല്ലോ. കാരണം എന്താ, സ്വന്തം അഭിപ്രായം ഈ വാളെടുത്തോനൊക്കെ വെളിച്ചപ്പാടാകാറുന്ന പരിപാടി ഉണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളതായ മുജാഹിദ് വിഭാഗത്തിൽ നടക്കുന്ന അവനാൻ ഉദിക്കുന്നതായ ആശയങ്ങൾ അങ്ങനെ തട്ടിവിടുക. അപ്പൊ അങ്ങനെ പ്രശ്നമായിട്ട് എന്താകും, ഓരോരുത്തർ അങ്ങനെ തിരിഞ്ഞങ്ങനെ പോകും, പിന്നെ ഓരോ വിഭാഗമായിട്ട് മാറും. അങ്ങനെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ, എത്ര കുറെ വിഭാഗക്കാരുണ്ടല്ലോ. അപ്പൊ അതാണ്. പിന്നെപ്പോ അപ്പൊ അള്ളാഹുവും റസൂലും വിലക്കിയതായ ഒരു പ്രാർത്ഥന ഉണ്ട്, ഒരു സഹായാർത്ഥന ഉണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമുക്ക് തർക്കമല്ല. അള്ളാഹു ഇലാഹൻ ആഖറ എന്നൊക്കെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടേ. അത് മൗലവി ഇവിടെ ഓതും. ആ ഓതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഒഴിത്തരാം. ലാ തദഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ദുആയം സംശയട്ടോ, അത് നിങ്ങൾ തർക്കിച്ചണ്ട. അത് നമുക്ക് ഒരിക്കലും ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാത്താണ് അള്ളാഹും റസൂലും വിലക്കിയതായ പ്രാർത്ഥന. നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അതേസമയത്ത് അംഗീകരിക്കാൻ പറ്റുന്നതാണ് ഇസ്തിഗാസ. നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ.